അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് പുരുഷന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതും. പല കൗൺസിലിംഗ് സെഷൻസിന്റെ ഇടയിലും കണ്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിലെ ഭാര്യയും അമ്മയും തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, അതിലെന്ത് ചെയ്യണമെന്നറിയാതെ, അതായത് ആരെ തള്ളണം ആരെ കൊള്ളണം എന്നറിയാതെ കൺഫ്യൂഷനായി നിൽക്കുന്ന പുരുഷൻ. അതേപോലെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന അവന്റെ പ്രഷർ. അത്തരം സന്ദർഭങ്ങളിൽ ഈ വീടുകളിൽ ദേഷ്യം കാണിക്കുമ്പോൾ കൂടെയുള്ള ആൾ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള അവസ്ഥ. ഇത്തരത്തിൽ കുറേയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിലും തുറന്നു പറയാനുള്ള ഒരു ഇടം എന്നുള്ളത് പുരുഷനെ സംബന്ധിച്ച് വളരെ കുറവാണ്. നീ ഒരു ആൺകുട്ടിയാണ്, നീ ഒരിക്കലും കരയാൻ പാടില്ല, എന്ത് പ്രശ്നം വന്നാലും നീ അതിനൊറ്റയ്ക്ക് നേരിടാനുള്ള ധൈര്യം കാണിക്കണം. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആൺകുട്ടികളെ വളർത്തുന്നത്. ഇത് അവനിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കാം? അതായത് വളർന്നു വന്ന ഒരു പുരുഷനാകുന്ന സമയത്ത് എന്ത് പ്രശ്നം വന്നാലും ഞാനതൊരാളോട് തുറന്ന് സംസാരിക്കരുത്, ആ സ്ട്രഗിൾ ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ അവരിലേക്ക് കൊടുക്കുന്നത്. പലപ്പോഴും ഇമോഷണൽ എക്സ്പ്രഷൻസ് എങ്ങനെയാവണം എന്ന് കൺഫ്യൂഷനുള്ള പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങള്, കുട്ടികളുടെ പരിചരണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തുല്യ പങ്കാളിത്തത്തോടെ പരസ്പര സഹകരണത്തോടെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിലല്ലേ ഈക്വാലിറ്റി വരേണ്ടത്? ഇപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായി പലയിടങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം. ഒരു പുരുഷനെ സംബന്ധിച്ച് അത്തരം സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ആർക്കെങ്കിലും ഇത്തരം സന്ദർഭത്തിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇടം കൗൺസിലിംഗ് സർവീസസുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.